സോ ബിഗ് ബോസ് മലയാളത്തിന്റെ ഈ ഒരു സീസൺ 7-ലെ BB അവാർഡ് ടാസ്കും കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ പ്രേക്ഷകരെല്ലാം ഇത് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഓരോ കണ്ടസ്റ്റൻസിനും കിട്ടിയ അവാർഡുകളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ കണ്ടസ്റ്റൻസും കൊടുത്തിരിക്കുന്ന പൊസിഷനുകൾ അല്ലെങ്കിൽ അവരുടെ പേരുകൾ അവരർഹിച്ച ഒരു സ്ഥാനം തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും അവാർഡുകളിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ഷാനവാസും അനീഷും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ അവര് ഉദിച്ചു നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസിനിടയിലും അവരുടെ പേരുകൾ വരുന്നുണ്ട്. അത് പോസിറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ ആ ഒരു അവാർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുന്ന BB അവാർഡ് ഷോ എന്നൊക്കെ പറയുന്നത് എല്ലാ സീസണുകളിലും പല രീതിയിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. സീസൺ 1 മുതൽ ഇപ്പോൾ ഈ സീസൺ 7-ലും ഉണ്ട്. അത് പല രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനും കൊടുക്കുന്ന പേരുകളായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനും അർഹിച്ച അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ ഇന്ന രീതിയിലായിരിക്കും കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുന്ന ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എന്നാൽ ആ ടാസ്കിനുള്ളിൽ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അർഹിച്ച ഒരു പൊസിഷൻ ആണോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ വെച്ചിട്ട് എല്ലാ കണ്ടസ്റ്റൻസും കൂടെ കൊടുത്തതാണോ അതോ പ്രോപ്പർ ആയിട്ടുള്ള വിലയിരുത്തലുകളാണോ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ ഷാനവാസ് ആണെന്നുണ്ടെങ്കിലും അനീഷ് ആണെന്നുണ്ടെങ്കിലും മാക്സിമം അവാർഡൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. ഷാനവാസിനും അനീഷിനും കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ആരും പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കില്ല, ഉദ്ഘാടനത്തിനൊന്നും വിളിക്കില്ല എന്ന രീതിയിൽ കിട്ടിയിരിക്കുന്ന അവാർഡിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതിൽ അക്ബർ, അനീഷ്, ഷാനവാസ് വന്നിട്ടുണ്ട്. പിന്നെ ഷാനവാസിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് എന്നുള്ള ഒരു പൊസിഷന്റെ അവാർഡും കൂടി ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്, ഈ ഒരു സീസണിൽ അത്യാവശ്യം ഡയലോഗുകളും അല്ലെങ്കിൽ മാസ് ഡയലോഗുകളൊക്കെ ഷാനവാസ് പുറത്തേക്ക് വിടുന്നുണ്ട്. എനിവേസ് അത് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡ് നല്ലതായിട്ട് തോന്നി. അതുപോലെ നമ്മുടെ അനീഷിനാണെന്നുണ്ടെങ്കിൽ പോലും BB ട്രെയിനിങ് അക്കാഡമി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ള രീതിയിലും അതുപോലെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാധക വൃന്ദങ്ങൾ കൂട്ടമായിട്ട് കാത്തിരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലൊരു അവാർഡ് അനീഷിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു അവാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാള് ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെ അനീഷ് വന്നിട്ടുണ്ട്. അനീഷ് മാത്രമല്ല ബിന്നി, ആര്യൻ, ഒനീൽ എന്നിവരൊക്കെ കൂടി കൂട്ടമായിട്ടാണ് ആ ഒരു അവാർഡ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ മറ്റ് പല കണ്ടസ്റ്റൻസിനും 1-2 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കൂടുതലും നമ്മുടെ അനീഷിനും ഷാനവാസിനും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി മറ്റുള്ള അവാർഡുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന ഒരു അവാർഡായിട്ട് നിവന് കൊടുത്തിട്ടുണ്ട്. ട്രെൻഡ് സെറ്റർ അവാർഡ് നമ്മുടെ നിവിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്ത ഒരു വ്യക്തി ചൂലുമായിട്ട് അവരെ സ്വീകരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നുള്ള ഒരു 2 അവാർഡുകൾ നമ്മുടെ ലക്ഷ്മിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പരിധി വരെ ലക്ഷ്മിയുടെ മുൻ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കണ്ടസ്റ്റൻസിന് ആ ഒരു വിലയിരുത്തൽ നല്ല രീതിയിലാണ്. കുറച്ച് പേര് ഷാനവാസിന് കിട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു, കുറച്ച് പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ വെച്ചിട്ട്. ബട്ട് ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു അവാർഡിന് വേണ്ടിയിട്ട്. പിന്നെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയുള്ളത് അനുമോളെയാണെന്ന് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾക്ക് മറ്റൊരു അവാർഡും കൂടെ കിട്ടിയിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടും അനുമോളുടെ പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽസ് വരാൻ സാധ്യതയുള്ള ഒരു അവാർഡായിട്ട് നമ്മുടെ സാബുമോന് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ലോൺ പോലും കിട്ടാൻ സാധ്യതയില്ലെന്നും പറഞ്ഞ് ജിഷിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫാഷൻ ഐക്കണായിട്ട് നമ്മുടെ ജിസേലിനെയാണ് ആ ഒരു അവാർഡിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അക്ബറിനാണ് ഏറ്റവും കൂടുതൽ ഒരു പണി കിട്ടിയിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സീസണിലെ ബിഗ് ബോസ് അവാർഡിൽ കിട്ടിയിരിക്കുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പത്രം നടത്താൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഒരു മഞ്ഞപ്പത്രം എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് അക്ബറിനാണ്. അക്ബർ ഈ ഒരു സീസണിൽ അത്യാവശ്യം എല്ലാവരെയും കളിയാക്കി അല്ലെങ്കിൽ വലിയൊരാളായിട്ട് ഒരു ഗ്രൂപ്പിന്റെ നേതാവ് എന്ന രീതിയിൽ ചമഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ വലുത് പ്രതീക്ഷിച്ചിരുന്ന അക്ബറിനെ സംബന്ധിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പോലും അക്ബർ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിന്റെ അല്ലെങ്കിൽ കൂടെ നിന്നിരുന്ന കണ്ടസ്റ്റൻസിന് പോലും ഒരു വിലയില്ല, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പും കുന്നായ്മയായിട്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എല്ലാവരും അക്ബറിനെ കാണുന്നത് എന്നാണ് ഈ ഒരു അവാർഡ് കൊണ്ട് അക്ബറിന് കിട്ടിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്. മഞ്ഞപ്പത്രം എന്നുള്ള ഒരു അവാർഡാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു അവാർഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് കൂടിയായിരുന്നു. എല്ലാവരും അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻസിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അപ്പം പേഴ്സണൽ ഗ്രഡ്ജസ് ഒക്കെ അവിടെ എത്രത്തോളം വന്നിട്ടുണ്ട്, അതുപോലെ ഓരോ കണ്ടസ്റ്റൻസിന്റെ ഹൗസിനുള്ളിലെ ആക്ടിവിറ്റീസ് ഒക്കെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ വിലയിരുത്തുന്നു എന്നതൊക്കെ ഈ ഒരു ടാസ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൽ നമുക്ക് തീർത്തും യോജിച്ചതല്ലാത്ത അവാർഡ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് പോലെ മികച്ച രീതിയിൽ അർഹിച്ച അവാർഡ് എന്ന് പറയുന്നത്
ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.